ഇന്ന് നിങ്ങളെ മുമ്പിൽ പറയാൻ പോകുന്നത് കാർഡിയോ എക്സസൈസിനെ കുറിച്ചാണ്. കാർഡിയോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കാർഡിയോ നമ്മളെ ശരീരത്തിൻ്റെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ, നമ്മളെ ശരീരത്തുണ്ടാകുന്ന ദുർനീര്, ആവശ്യമില്ലാത്ത കൊഴുപ്പ്, ഇതെല്ലാം കത്തിക്കാനുള്ള ഒരു കാർഡിയോ എക്സസൈസ് എന്ന് വെച്ചാൽ നല്ല സ്ട്രെയിനുള്ളൊരു എക്സസൈസാണ്. അത് വണ്ണമുള്ളവർക്കും ചെയ്യാം, വണ്ണമില്ലാത്തവർക്കും ചെയ്യാം. അപ്പോൾ അത് വണ്ണമുള്ളവർക്ക് മാത്രമേ ചെയ്യാവൂ, വണ്ണമില്ലാത്തവർക്ക് ചെയ്തു അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ചെയ്യാനുള്ള എക്സസൈസാണ് തന്നെയാണിത്. ആരും ജിമ്മിൽ വന്ന തുടക്കത്തിൽ പഠിപ്പിച്ചാണ് എനിക്കിനി അത് ആവശ്യമില്ല അങ്ങനെയൊന്നും വിചാരിക്കില്ല. എത്ര കാലം നിങ്ങൾ വ്യായാമം ചെയ്യുന്നു, എത്ര കാലം നിങ്ങൾ വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത്രയും കാലം ഈ 3 എക്സസൈസും നിങ്ങൾ ചെയ്യണം. സ്ട്രെച്ചിങ്, കാർഡിയോ, അതുപോലെ ഈ ജോയിൻറ്റുകൾക്കുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കാർഡിയോ എക്സസൈസാണ്. അപ്പോൾ അതിനൊരു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ സ്ലോവിൽ അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് സ്ലോവിൽ അത് ചെയ്യാം. ആ സ്ലോവിൽ ചെയ്യുന്ന എങ്ങനെയെന്നും കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചു തരാം, 1-2 ഐറ്റം കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലോവിലും കൂടി അത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മളിത് ഇങ്ങനെ നിൽക്കുക, ഇത് കഴിഞ്ഞു. 10 നമ്പർ 3 സെറ്റാണ്, 1 സെറ്റാണ്. നിങ്ങൾ 10 നമ്പർ, എനിക്ക് 10 നമ്പർ ചെയ്യാൻ പറ്റാത്ത സമയക്കുറവുണ്ട്, 10 നമ്പർ ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 5 നമ്പരോളം ഞാൻ ചെയ്ത് കാണിച്ചു കണ്ടല്ലോ. അത് കഴിഞ്ഞു. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഇതേ സ്പീഡ് ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം, ഇടുപ്പിൽ കൈ വയ്ക്കുക. മനസ്സിലായോ? ഇത് നമുക്ക് നല്ല വണ്ണമുണ്ട്. ഒരാൾക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ സ്പീഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാം എന്നേ ഉള്ളൂ. ഭാവിയിൽ നിങ്ങൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ചെയ്യണം. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് കണ്ടല്ലോ. അതിപ്പോൾ വണ്ണമുള്ള ഒരാളാണ്, ഇതാണ് വണ്ണമുള്ള ഒരാളാണ്. ഇങ്ങനെ ചാടി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അത് നേരത്തെ പറഞ്ഞു, നമ്മൾ ഉദ്ദേശം അറിയാമല്ലോ ഏത് രീതിയിലാണ് ചെയ്യണത്. അത് അപ്പോൾ ഇത് 2 ആയല്ലോ, നോക്കണം. വേണ്ട, അതും ഞാൻ നേരത്തെ പറഞ്ഞു, ചാടി ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, അടുത്ത് കണ്ട, നമ്മൾ നിന്നൊരിടത്ത് ഓടുന്നില്ല. അതും ഞാൻ പറയുന്നു, പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ഓടി ചെയ്യാൻ പറ്റാത്ത, സ്പീഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ രീതി ചെയ്യാം. അടുത്ത് അതായത് നമ്മൾ ഇടുപ്പിൽ തന്നെ കഴിയുന്നത്. ഓക്കെ, അത് നോക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് അത് ഇളകി ചെയ്യാൻ പറ്റാത്തവർക്ക് ഓക്കെ, അടുത്ത് വയ്ക്കാം. തലയിൽ ഇങ്ങനെ കൈ വയ്ക്കുക. നോക്കുക, ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കണ്ടല്ലോ. അതിപ്പോൾ ചാടി ചെയ്യാൻ പറ്റാത്തവർക്ക്, തുടക്കക്കാർക്ക് ഓക്കെ. ഇനി അടുത്തതിൽ നോക്കാം. അതും ചാടി ചെയ്യാൻ പറ്റാത്തവർക്ക് നോക്കാം. പക്ഷേ കാല് നോക്കിയാൽ ഓപ്പോസിറ്റാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇടത് കൈ വലത് കാല്. ഓക്കെ, അത് നമ്മൾ ഇടുപ്പിൽ കൈ ചെയ്യുന്നു. നിങ്ങൾക്ക് ചാടി ചെയ്യാൻ പറ്റാത്തത് അത് കഴിഞ്ഞാൽ കൈ മുകളിലോട്ട്
ഇത് ഇപ്പോൾ സ്ലോ ആയിട്ട് ചെയ്യുന്നവർ കഴിഞ്ഞല്ലോ. ലാസ്റ്റ് ഇടുപ്പിൽ കൈ വയ്ക്കുക, കാൽ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇത് ചിലർക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്, എന്നാലും ശ്രദ്ധിക്കുക. ഇതാ കണ്ടല്ലോ. ഇത് നിങ്ങൾ ഇതാണ് കാർഡിയോ എക്സസൈസ്. ഞാൻ 10 നമ്പർ വെച്ചല്ല പഠിപ്പിച്ചത്, 2 നമ്പർ 3 5 നമ്പറൊക്കെയാണ്. 10 നമ്പർ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ജോയിൻറ്റുകൾക്കുള്ളതെല്ലാം ആദ്യം ചെയ്യണം, സ്ട്രെച്ചിങ്ങിനുള്ളതെല്ലാം ചെയ്യണം, ഇതിൻ്റെ കൂടെ കാർഡിയോ എക്സസൈസ്. ഈ 3 ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി നല്ല കണ്ടീഷൻ ആവുന്ന കാര്യത്തിൽ ഏതോ ഒരു സംശയം വേണം.